മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം നടത്തിയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് 15.4 കോടി രൂപ അനുവദിച്ചു. 15.4 കോടി. കയർ ഫെഡിന് 10 കോടി രൂപ അനുവദിച്ചു. കയർ ഫെഡ് സംഭരിച്ച കയറിന് നൽകാനുള്ള തുകയിൽ 4.5 കോടി രൂപയും കയർ കോർപ്പറേഷന് വില സ്ഥിരതാ പദ്ധതിക്ക് 5.5 കോടി രൂപയും ഉൾപ്പെടെയാണ് ഈ 10 കോടി. കൊച്ചി കച്ചേരിപ്പടിയിലുള്ള $44 കോടി രൂപയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പദ്ധതിയുടെയും കോഴിക്കോട് മീൻചന്തയിലുള്ള 122 കോടി രൂപയുടെ മൊബിലിറ്റി ഹബ് പദ്ധതിയുടെയും കോഴിക്കോട് മീൻചന്തയിലുള്ള 122 കോടി രൂപയുടെ മൊബിലിറ്റി ഹബ് പദ്ധതിയുടെയും കൊട്ടേഷൻ അപേക്ഷകരുടെ യോഗ്യതാ ലിസ്റ്റ്, പ്രോജക്റ്റ് മാതൃകാ പ്രപ്പോസൽ, ഡ്രാഫ്റ്റ് കൺസെഷൻ എഗ്രിമെന്റ് എന്നിവ അംഗീകരിച്ചു. PSCയുടെ ലിസ്റ്റുകൾ 6 മാസത്തെ കൂടി നീട്ടണമെന്ന് PSCയോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. PSC ലിസ്റ്റ് 4.5 വർഷം വരെയോ അല്ലെങ്കിൽ പുതിയ ലിസ്റ്റ് വരികയോ ചെയ്യുന്നത് വരെ ആയിരിക്കും ഈ 6 മാസം എക്സ്റ്റൻഷൻ്റെ എഫക്റ്റ്. യൂണിവേഴ്സിറ്റിയിലെ നോൺ ടീച്ചിങ് തസ്തികകൾ PSCക്ക് വിടുവാനുള്ള നിയമം നിയമസഭ പാസാക്കി. ഇനി PSCക്ക് ആ തസ്തികകളിലേക്ക് ആളെ സെലക്ട് ചെയ്യാം. അതിന് കുറെ കാലതാമസം വരും. അതുവരത്തേക്ക് ഗവൺമെന്റിലെ PSC സെലക്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റി ഒഴിവുകൾ നികത്തണം എന്ന് ഗവൺമെന്റ് PSCയോട് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം അംഗീകരിച്ചില്ല എന്നാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേരളത്തിൻ്റെ സ്റ്റാൻഡാണ് ശരി എന്ന് വിധിച്ചു. അങ്ങനെ വിചാരണ നടക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേക അനുമതി വാങ്ങി
ഇറ്റലിക്ക് പോയ ഒരു നാവികൻ, പ്രതിയായ നാവികൻ തിരിച്ചു വരില്ല എന്ന് പത്രങ്ങളിലെ വാർത്ത കാണാൻ സാധിച്ചു. അതിനോട് ഒരു വിധത്തിലും സംസ്ഥാന ഗവൺമെന്റ് യോജിപ്പില്ല. ഇതുപോലെ ഇടയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അന്ന് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് കർശനമായ നിർദ്ദേശം ഇറ്റലിയുടെ നയതന്ത്ര പ്രതിനിധിക്ക് കൊടുത്തതിനെ തുടർന്ന് അവർക്ക് അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ അവരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ചരിത്രവുമുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കർശനമായ നിലപാട് എടുക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. നിരപരാധികളായ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ പരാജയപ്പെടുത്തേണ്ടത് രാജ്യത്തിൻ്റെ തന്നെ ഒരു കടമയാണ്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പ്രശ്നം പെടുത്തും. പ്രധാനമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് കാരണം ഇറ്റലി ഗവൺമെൻറ്റിൻ്റെയും നയതന്ത്ര പ്രതിനിധികളുടെയും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അവരുടെ രാജ്യത്ത് ഈ ഒരാളെ ആ രാജ്യത്തേക്ക് വിട്ടത്. അവരെ തിരിച്ച് കൊണ്ടുവരേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന് മുൻകൈ എടുക്കുക. കേരള ഗവൺമെന്റ് ആണല്ലോ ഇതിന്റെ ഒരു സുപ്രീം കോടതി അനുവദിച്ചിട്ടാണല്ലോ പോയത്. കോടതിയിലാണല്ലോ അദ്ദേഹത്തിന് പോകാനുള്ളത് കിട്ടിയത്. ഇതിനു മുമ്പും പോയതാ. ഇതിനു മുമ്പും പോയതിനു ശേഷം വരില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതാ. അന്ന് കേന്ദ്ര ഗവൺമെന്റ് കർശനമായിട്ട് ഉള്ള നിലപാടെടുത്തു. നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ അവരെ ഹാജരാക്കി.